ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ ബോംബെയിലെ മുനിസിപ്പൽ ഇലക്ഷൻ കാരണം ഇന്നലെ നമുക്ക് മാർക്കറ്റ് അവധിയായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റെല്ലാം തന്നെ വർക്കിംഗ് ആയിരുന്നു. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അതിഭീകരമായിട്ടുള്ള ഒരു ഇടിവോ റാലിയോ തന്നെ കണ്ടില്ല. യു എസിൽ ട്രംപിൻ്റെ ആ ഒരു താരിഫ് അധികാരത്തിൻ്റെ ആ ഒരു വിധി യു എസ് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റിവെച്ചു. അപ്പോൾ അതിനെ തുടർന്ന് മാർക്കറ്റ് മ്യൂട്ടഡായ രീതിയിൽ ട്രേഡിംഗ് അവസാനിച്ച ഒരു അവസ്ഥയാണ് നമ്മൾ യു എസ് മാർക്കറ്റിൽ കണ്ടത്. Q3 റിസൾട്ട് ഓൺ ഗോയിങ് ആണ്. ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് സെൻട്രൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ജിയോജിത്ത്, ഇമാതിരി സ്പെഷ്യാലിറ്റി, JB കെമിക്കൽ, ജിൻഡാൽ സോ, JSW ഇൻഫ്ര, L&T ഫിനാൻസ്, പൂൻവാല ഫിൻകോർപ്പ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, SML മഹേന്ദ്ര, ടെക് മഹേന്ദ്ര ആൻഡ് വിപ്രോ. അപ്പോൾ വലിയ കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. ഇപ്പോൾ റിലയൻസിൻ്റെ ഒക്കെ റിസൾട്ടെല്ലാം തന്നെ മാർക്കറ്റ് അവേഴ്സിന് ശേഷമായിരിക്കും സ്വാഭാവികമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയധികം റിസൾട്ടുകളുണ്ട്. റിസൾട്ട് അറിയാനായിട്ട് കമ്പനികളുടെ റിസൾട്ട് ഏതൊക്കെ ദിവസത്തിൽ വരുമെന്ന് അറിയാനായിട്ട് റിസൾട്ട് കലണ്ടർ ഉണ്ട് നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷനിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങളത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കമ്പനികളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. ഇനി നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് സ്പൈക്ക് ചെയ്തു 4600 സിൽവർ സ്പൈക്ക് ചെയ്തു 91, ബിറ്റ് കോയിനും സ്പൈക്ക് ചെയ്ത് 95,000, ബ്രന്റ് ഓയിൽ 63, ഗിഫ്റ്റ് നിഫ്റ്റി കാണാം 25,788, നമുക്ക് ക്ലോസിങ് 25,723 അപ്പോൾ ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവാണ്, ഓസ്ട്രേലിയ പോസിറ്റീവാണ്, ചൈന ക്ലോസാണ്, കോസ്പി പോസിറ്റീവാണ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. അതിന് താഴേക്ക് വരാണെങ്കിൽ ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ US മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഇതിൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസും വിപ്രോ എല്ലാം തന്നെ കിഴിഞ്ഞെങ്കിൽ കൂടിയും എക്സലൻ്റ് അവേഴ്സിൽ തിരിച്ച് കയറിയ കാഴ്ചയാണുള്ളത്. ഇന്ന് വൈകിട്ട് നമുക്ക് യൂട്യൂബ് ലൈവ് ഉണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചോദിക്കാം. വൈകിട്ട് 7 മണിക്കാണ് ലൈവ്. അപ്പോൾ പരമാവധി നിങ്ങളും വരിക, നിങ്ങളായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയിക്കുക. വളരെ ബിഗിനറായിട്ടുള്ള ആളുകളുടെ സംശയം പോലും നമ്മൾ ക്ലാരിറ്റി കൊടുക്കും. വൈകിട്ട് 7 മണിക്കാണ് ലൈവ്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാൻ. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫോസിസ് നെറ്റ് പ്രോഫിറ്റ് 7,364 നിന്ന് 6,654 ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. ജിയോ ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് അവർ 8% കുറഞ്ഞു. JDB ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 36% വർദ്ധിച്ചു. 361 വാം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% വർദ്ധിച്ചു. ട്രാൻസെയിൽ ലൈറ്റിംഗ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി 500 കോടി രൂപയുടെ. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി ലോസ് റിപ്പോർട്ട് ചെയ്തു. 2.88 crores ലോസാണ് ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊൾട്ട പാറ്റൽ ഡെവലപ്പേഴ്സ് കമ്പനി ഇവരുടെ ഹയസ്റ്റ് ക്വാർട്ടർലി കളക്ഷൻ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് 19% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്നു. പാരീസ് റിന്യൂവബിൾ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 124% ഉയർന്നു. BHEL കമ്പനി ഇവർക്കൊരു പുതിയൊരു ഓർഡർ ലഭിച്ചു വന്ദേ ഭാരതിൻ്റെ. സൈഡസ് ലൈഫ് സയൻസസ് കമ്പനി മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടി. പേസ് ഡിജിറ്റെക് കമ്പനി പുതിയൊരു സോളാർ ഓർഡർ കിട്ടി. NBCC കമ്പനി അവർ IOB ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. റെയിൽടെയിൽ കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി. ഡോക്ടർ റെഡ്ഡിയുടെ പുതിയ മെഡിസിൻ US അവർ വിപണനം ചെയ്യുന്നു. ICC പൊട്ടൻഷ്യൽ നെറ്റ് പ്രോഫിറ്റ് 630 നിന്ന് 917 ഉയർന്നു. സിപ്ല കമ്പനിയുടെ മെഡിസിൻ US ഇന്ത്യയിൽ ടെമ്പററി ആയിട്ട് അവർ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിട്ടുണ്ട്. US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തിയതാണ് കാരണം. അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകൾ. വൈകിട്ട് നമുക്ക് ലൈവായിട്ട് കാണാം. താങ്ക് യു.